ചക്കരക്കൽ ടൗൺ വികസന സർവേക്ക് മൗവഞ്ചേരിയിലെത്തിയ ഉദ്യോഗസ്ഥരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകരും ഭൂവുടമകളും തടഞ്ഞതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. നിർദ്ദിഷ്ട 18 മീറ്റർ അപ്രായോഗികമാണെന്നും സാറ്റലൈറ്റ് സർവേക്ക് പകരം മാനുവൽ സർവേ നടത്തിയാൽ നഷ്ടം കുറയ്ക്കാൻ സാധിക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇതിനു പുറമെ ടൗൺ വികസനത്തിന് പകരം ബൈപ്പാസ് കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ ടൗണിൽ പ്രകടനവും ഹർത്താലും പ്രഖ്യാപിച്ചു. ഇതെല്ലാം വേണ്ടാതെ അക്രമം തന്നെയല്ലേ ആദ്യം സമരസമിതി സിന്ദാബാദ് പ്രതിഷേധം മാത്രമേ ഉള്ളൂ. അവര് പണി തടയുന്നുണ്ടാവില്ലല്ലോ. നമ്മുടെ പണി ചർച്ചക്കോ മറ്റോ വരുന്നെങ്കിലേ നിങ്ങൾ ഇത് റോഡിലല്ലേ കുടിക്കുന്നത്. ഇങ്ങനെയല്ലേ പോകാം, നിങ്ങളെത്തല്ലേ പിടിക്കാം. സംഘർഷാവസ്ഥ ഉടലെടുത്തതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചക്കരക്കൽ CI MP ആസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് 20ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകർ സംഘടിച്ച് പ്രകടനമായി ചക്കരക്കല്ലിലേക്ക് പോയി ഹർത്താലിന് ആഹ്വാനം ചെയ്തു.
ഇതിനിടയിൽ നിർബന്ധിച്ച് കടയടപ്പിക്കാൻ ശ്രമിച്ച ഏകോപന സമിതി പ്രവർത്തകരും വ്യാപാരി വ്യവസായ സമിതി പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സാറ്റലൈറ്റ് സർവേ ഒഴിവാക്കുക, മാനുവൽ സർവേ നടപ്പിലാക്കുക, ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും മതിയായ സംരക്ഷണം നൽകുക, ഭൂവുടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക, മുമ്പ് പ്രഖ്യാപിച്ച ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തി. തങ്ങളുടെ സ്വത്തും ഉപജീവന മാർഗവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. ഇന്ന് മിനിഞ്ഞാന്ന് നടന്ന ഗവൺമെന്റ് തലത്തിലുള്ള യോഗത്തിൽ തഹസിൽദാറും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവികളും വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞങ്ങളുടെ നിലപാട് അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഞങ്ങളുടെ നിലപാട് അന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ പറഞ്ഞതിൽ സുപ്രധാനമായിട്ടും സാറ്റലൈറ്റ് സർവേ മാറ്റി നിർത്തിക്കൊണ്ട് മാനുവൽ സർവേക്ക് പരിഗണന കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ നിർദ്ദേശം. അതിൽ കൂടാതെ ഒരു ബൈപ്പാസ് റോഡിന്റെ സംവിധാനം കൂടി പരിശോധിക്കണം. എങ്കിൽ ഇത്രയധികം കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ ചക്രക്കല്ല് പട്ടണത്തിൽ നിന്ന് ഏകദേശം 290ഓളം സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാകും എന്ന് നമ്മൾ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിരുദ്ധമായ വാർത്ത വന്നത് വസ്തുതാ വിരുദ്ധമായ കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംഘടനക്ക് ഒറ്റക്കെട്ടാണ്, ഒരഭിപ്രായം മാത്രമേ ഉള്ളൂ. വ്യാപാരി വ്യവസായി സമിതി എന്തുകൊണ്ട് സമരത്തിലുണ്ടായില്ല എന്നുള്ളത് ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ 300-ലധികം മെമ്പർമാർ ഈ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റോഡിന്റെ അശാസ്ത്രീയമായ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരുവിലിറക്കപ്പെടുന്ന ഒരു സാഹചര്യമായിട്ട് ആണ് ഉള്ളത്. അതിനെതിരെ ഞങ്ങൾ വളരെ മാന്യമായ രീതിയിൽ നമ്മളെ എല്ലാ ബന്ധപ്പെട്ട അധികാരികളും മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും വികസനത്തിനെതിരില്ല. വ്യാപാരികൾ സമൂഹത്തിന്റെ ഭാഗം കൂടിയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം KRSB ഉദ്യോഗസ്ഥർ സർവേ നടപടികളുമായി മുന്നോട്ട് പോയി. എന്നാൽ ബൈപ്പാസ് വന്നാൽ വ്യാപാരികൾക്ക് ഗുണകരമാകില്ലെന്നും ചക്കരക്കൽ ടൗൺ വികസനം അത്യാവശ്യമാണെന്നും വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ K. പ്രദീപൻ, ശശീന്ദ്രൻ, ഖലീൽ, അബ്ദുൾ അസീസ് തുടങ്ങിയവരും സംയുക്ത സമരസമിതി നേതാക്കളായ A. സത്യൻ, ചെയർമാൻ കോമ്പിൽ സജീർ, ജനറൽ കൺവീനർ K. ഹരീന്ദ്രൻ, ട്രഷറർ സജീഷ് കേളോത്ത് എന്നിവർ നേതൃത്വം നൽകി. സർവേ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് 20 പേർക്കെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തു. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.